സിൽവർ ലൈനിനെ എതിർക്കും, വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കും, തുരങ്കപാത വന്നാൽ എതിർക്കും, തീരദേശപാതയെ എതിർക്കും, മലയോര ഹൈവേയെ എതിർക്കും, ദേശീയപാത വികസനത്തെ എതിർക്കും, ക്ഷേമ പെൻഷനെ എതിർക്കും, ലൈഫ് മിഷനെ എതിർക്കും, ലോക കേരള സഭയെ എതിർക്കും. എന്തിന് പിണറായിയുടെ ഒരു ചിത്രം എങ്ങാനും വെച്ചിരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ കയറി ചെന്ന് അതിനെയും എതിർക്കും. അതാണ് നമ്മുടെ വി.ഡി. സതീശൻ. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സതീശൻ എതിർക്കാത്ത ഒരു പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അശ്വമേധ അവതരിപ്പിക്കുന്ന GS പ്രദീപിന് പോലും കണ്ടുപിടിക്കാനാവില്ല. ഒരു കാരണവശാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ശബ്ദത്തിലാണ് എന്തു വന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വിനയത്തിലാണ് പറഞ്ഞത്, നടപ്പാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ സതീശന്റെ എതിർപ്പ് മുഴുവൻ നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളോട് മാത്രമേ ഉള്ളൂ. അങ്ങ് കേന്ദ്രത്തിലിരുന്ന മോദി സർക്കാർ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയാൽ ഈ സതീശൻ ഒരെതിർപ്പുമില്ലാതെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. സിൽവർ ലൈനിനെതിരെ എന്തൊക്കെയായിരുന്നു ഇവിടെ സതീശനും സംഘവും കാട്ടിക്കൂട്ടിയത്? DPR പോരാ, പദ്ധതിയിൽ വ്യക്തതയില്ല, പദ്ധതി വരേണ്യവർഗത്തിന് വേണ്ടിയാണ്, പദ്ധതി വന്നാൽ റോഡുകൾ ഡാമുകൾ പോലെയാവും. അങ്ങനെ പരിസ്ഥിതിവാദികൾ പോലും പറയാത്ത വാദങ്ങളുമായാണ് അന്ന് സതീശൻ തെരുവ് യുദ്ധം നടത്തിയത്. എന്നിട്ടിപ്പോ കേന്ദ്രത്തിന്റെ അതിവേഗ പാത പ്രഖ്യാപനം വന്നപ്പോൾ സതീശന് എതിർപ്പുമില്ല, പരാതിയുമില്ല. സ്വാഗത ഗാനവും പാടി സ്വീകരിച്ചിരിക്കുകയാണ് മോദി സർക്കാരിന്റെ പദ്ധതിയെ. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ CPM ഒക്കെ തന്നെ പിന്നോട്ട് പോയതിനിടയിൽ ഇപ്പോൾ ശ്രീധരൻ അതിവേഗ റെയിലുമായി വരികയാണ്. അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. അതിനെന്താ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ടൊന്ന് ആളുകളെല്ലാം റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അല്ല സതീശ, ഒരു സംശയം. സിൽവർ ലൈനിന്റെ ചെലവ് 65,000 കോടി എന്ന് പറഞ്ഞപ്പോൾ അത് കൂടുതലാണെന്നും അത് കമ്മീഷൻ അടിക്കാനാണെന്നും പറഞ്ഞു. ഇപ്പോൾ കേന്ദ്രപാതയുടെ ചെലവ് 1 ലക്ഷം കോടി. അതിൽ കമ്മീഷൻ ആർക്ക് കിട്ടും? സിൽവർ ലൈനിന് നിശ്ചയിച്ചിരിക്കുന്നത് 11 സ്റ്റോപ്പുകൾ. പുതിയ കേന്ദ്രപാതയ്ക്കാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ്, 22 സ്റ്റോപ്പുകൾ. അപ്പോൾ എങ്ങനെ യാത്രാ സമയം കുറയും സതീശ? ഗുജറാത്തിൽ വരുന്ന അതിവേഗ ട്രെയിനിന് മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗം. കേരളത്തിൽ വരാൻ പോകുന്നതിന് വെറും 200 കിലോമീറ്റർ. കൊള്ളാം. പക്ഷെ ഉള്ളത് പറയാലോ സതീശന്റെ തള്ളിന്റെ വേഗതയ്ക്ക് മുന്നിൽ ഇതൊന്നും ഒന്നുമല്ല.